ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഷ്മി കുമാർ. സോ ഇന്ന് ഞാൻ രാവിലെ തന്നെ ബ്ലാക്ക് കോഫി വെച്ച് സ്റ്റാർട്ട് ചെയ്ത്, കാരണം ഞാൻ ജിമ്മിൽ പോകാൻ പോവാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് 5 മണിക്ക് ജിമ്മിലെത്താനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. ആൻഡ് ഫൈനലി ജിമ്മിലെത്തിയപ്പോൾ നോക്കിയപ്പോൾ ആരുമില്ല. സോ നമ്മുടെ ഓൺ പ്രൈവറ്റ് ജിം പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് യെസ്, ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലോവർ ബോഡി വർക്കൗട്ടാണ്. സോ സ്ക്വാട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഞാനാണ് എൻ്റെ അമ്മയുടെ പേഴ്സണൽ ട്രെയിനർ. സോ അമ്മേനെയും കൂടി ഞാൻ പുഷ് ചെയ്യാൻ ഒത്തിരി ട്രൈ ചെയ്യും. ആൻഡ് അമ്മയുടെ പ്രോഗ്രസ് കാണാൻ തന്നെ എനിക്ക് വളരെ സന്തോഷം തന്നെയാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ വ്ളോഗിങ് സെഷൻ ആൻഡ് ഫൈനലി എൻ്റെ ജിം സെഷൻ കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ചേഞ്ചിങ് റൂം കം ലോക്കർ റൂമാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് അടിപൊളി മസാല ടീ ഉണ്ടാക്കി. കൂടെ എൻ്റെ അമ്മ അടിപൊളി പുട്ടുണ്ടാക്കുമായിരുന്നു. ബിക്കോസ് കുറേ നാളിന് ശേഷം നമ്മൾ പുട്ട് കഴിക്കുകയാണ്. പിന്നെ ഹെൽത്തിന് വേണ്ടി അമ്മ പറഞ്ഞ പയർ നല്ലതാണ്. അപ്പോൾ പയർ മുളപ്പിച്ചിട്ട് അത് പുഴുങ്ങിയിട്ട് തേങ്ങക്കൊത്ത് വെച്ചിട്ട് അമ്മ എനിക്ക് അത് തന്നു. ഞാൻ എൻ്റെ പുട്ട് പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. അതിന് ശേഷം നോക്കുമ്പോൾ കിക്കിയും കൂടി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ കിക്കിയും കൂടി കുറച്ച് പുട്ട് എടുത്ത് കൊടുത്ത്. അവളും അങ്ങനെ പുട്ട് കഴിക്കാത്തതാണ്. ഇപ്പോൾ ഇവൾ ബിസ്കാസാണ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ നാൾ ശേഷമല്ല അവളും കഴിക്കുന്നത്. അപ്പോൾ അവൾക്കും ഒന്ന് കഴിക്കാൻ തോന്നിക്കാണും. പിന്നെ കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അമ്മ പറഞ്ഞ് വേണമെങ്കിൽ നമുക്കത് വെച്ച് അവലൂസ് പൊടി ഉണ്ടാക്കാം, കാരണം എനിക്ക് അവലൂസ് പൊടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് അവലൂസ് പൊടി ഉണ്ടാക്കി. പിന്നെ മാർക്കറ്റിൽ നിന്ന് പേൾ സ്പോട്ടും സാമണും വാങ്ങിച്ചായിരുന്നു. സാമൺ ബേസിക്കലി നമ്മുടെ കിക്കിക്ക് വേണ്ടിയാണ്, പിന്നെ നമുക്ക് കുറച്ച് വറുക്കാനും. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കുറേ നേരമായി. അതിന് ശേഷമാണ് കുളിക്കാൻ പോയത്. കുളിച്ച് കഴിഞ്ഞിട്ട് ബേസിക്കലി ലഞ്ച് ടൈമായി. എനിക്കപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ഞാൻ കഴിക്കാൻ പോവാണ്, എന്തായാലും കറിയൊക്കെ റെഡിയാണ്. അങ്ങനെ ഒരു വീറ്റ് പൊറോട്ട നെയ്യിലിട്ട് ചുട്ടിട്ട്, എൻ്റെ അമ്മയാണെങ്കിൽ അതിൻ്റെ ഒപ്പം കുറച്ച് ഫിഷ് ഫ്രൈയും പിന്നെ ബീട്രൂട്ട് തോരൻ, അതിൻ്റെ ഒപ്പം പേൾ സ്പോട്ടിൻ്റെ ഫിഷ് കറി. അടിപൊളി ഫിഷ് കറി കേട്ടോ. ഞാൻ ആക്ച്വലി ഫിഷിൻ്റെ ഫാനല്ല, പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു നീ ഇതൊക്കെ കഴിക്കണം, കാരണം ഇത് ശരിക്കും നല്ലതാണ്. അപ്പോൾ ഞാൻ ശരി ഓക്കെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ സത്യം പറയാൻ എൻജോയ് ചെയ്തു. ഈവൻ ദോ എനിക്ക് ഫിഷ് കറി അത്രയും താല്പര്യമില്ലെങ്കിലും ഞാൻ എൻ്റെ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇതിന് ശേഷം എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഒരു പ്രോട്ടീൻ ലഡ്ഡു കഴിച്ചു. അത് ശരിക്കും നമ്മുടെ മുടിക്കും സ്കിന്നിന് വളരെ നല്ലതാണ്. ടേസ്റ്റ് ഇല്ലെങ്കിലും പക്ഷേ നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. പിന്നെ കുറച്ച് ശേഷം ഞാനും എൻ്റെ അമ്മയും ഒരു തെലുഗു മൂവി കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഈവനിങ് ഡിന്നറിന് വേണ്ടി ഞാൻ പാലും ഡേറ്റ്സും മാത്രമാണ് കഴിച്ചത്. അങ്ങനെ എൻ്റെ ദിവസം അവസാനിച്ചു. അപ്പോൾ സീ യു ഓൾ ദ നെക്സ്റ്റ്. ബൈ.